السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. അടുത്തത് 46-ാമത്തെ കിതാബാണ് മലാലിം. അതായത് അക്രമം, അനീതി, അടിച്ചമർത്തൽ, അന്യായമായി പിടിച്ചെടുക്കൽ, അടിച്ചു മാറ്റൽ, പറ്റിക്കൽ, അക്രമത്തിലൂടെ പിടിച്ചെടുക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ള കിതാബാണ് കിതാബുൽ മലാലിം. ഫിൽ മലാലിമി വൽ ഗസ്ബി. അള്ളാഹു തആലയുടെ വചനം, അള്ളാഹു ഇതിനെപ്പറ്റിയൊന്നും ശ്രദ്ധയില്ലാത്തവനാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതായത് അള്ളാഹു എല്ലാം കാണുന്നുണ്ട്. ലാലിമൂൻ, അക്രമകാരികൾ, ബഹുദൈവ ആരാധകർ, തിന്മ ചെയ്യുന്നവർ, ഇവരൊക്കെ ചെയ്യുന്നത് അള്ളാഹു അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പക്ഷെ അവർക്ക് കുറച്ച് സമയം നീട്ടിക്കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ച് അവരെ അങ്ങ് അയച്ചു വിട്ടിരിക്കുകയാണ്. പേടി കൊണ്ട്, അല്ലെങ്കിൽ ഭയം കൊണ്ട് കണ്ണുകൾ തുറിച്ചു പോകുന്ന ഒരു ദിവസത്തിലേക്ക് അവരെ അയച്ചു വിട്ടിരിക്കുകയാണ്. അന്ന് അവരുടെ കഴുത്തുകൾ മുമ്പോട്ട് നീട്ടി പിടിച്ചിട്ടുണ്ടാവും. അതായത് നമ്മളെന്തെങ്കിലും കാര്യം ഇങ്ങനെ എത്തി നോക്കുമ്പോൾ തലയൊക്കെ മുമ്പോട്ട് നീട്ടി നോക്കുന്നത് പോലെ സൂക്ഷ്മതയോടെ അവരുടെ തലകൾ ഉയർന്നിരിക്കും ആകാശത്തിലേക്ക്. അവരുടെ കണ്ണുകൾ, അല്ലെങ്കിൽ ദൃഷ്ടികൾ അവരിലേക്ക് മടങ്ങുകയില്ല. അവർക്ക് അവരിലേക്ക് തന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല. കാരണം അതിലും വലിയ എന്തോ സംഭവം മേളിൽ ചിലപ്പോൾ അള്ളാഹു വന്ന് നിൽക്കുന്നതോ, അതല്ലെങ്കിൽ അവരുടെ തിന്മകളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് താഴോട്ട് പോലും നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയായിരിക്കും. അവരുടെ ഹൃദയങ്ങൾ കാലിയായിരിക്കും. കാരണം അതിഭയങ്കരമായ പേടി ഉള്ള അവസ്ഥയിലാണ്. അപ്പോൾ ഹൃദയം കാലിയായി പോവും. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആവാതിരിക്കട്ടെ. ആമീൻ. അല്ലാഹുമ്മ ലാ തജഅൽനാ മിൻഹും. ആമീൻ. എന്നിട്ട് താക്കീത് കൊടുക്കുക, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യകുലത്തിന് ആ ദിവസത്തിനെ പറ്റി താക്കീത് കൊടുക്കുക. അന്നേ ദിവസം ശിക്ഷ അവരിലേക്ക് വരുന്നതാണ്. അപ്പോൾ പാപികളായ ആളുകൾ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തവർ പറയും, അല്ലയോ രക്ഷിതാവേ, ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം തരൂ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ചാൻസ് കൂടെ തരൂ. ഞങ്ങൾ നിൻ്റെ വിളി കേട്ടുകൊണ്ട് പ്രവാചകന്മാരെ അനുസരിച്ചു കൊള്ളാം. പക്ഷെ അപ്പോൾ അവരോട് പറയപ്പെടും, നിങ്ങൾ പക്ഷേ ഇതിനു മുമ്പ് സത്യം ചെയ്തിട്ടുള്ളതല്ലേ, അതായത് ഇങ്ങനെ പരലോകമൊന്നും ഇല്ലയെന്നും ഈ ഭൂമി വിട്ട് ഞങ്ങൾ പരലോകത്തിലേക്ക് വരില്ല എന്നും ഒക്കെ, ഈ ദുനിയാവ് വിട്ട് വരില്ല എന്ന് അവരോട് ചോദിക്കും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ താമസ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ വീടുകളിൽ ജീവിച്ചു. തെറ്റ് ചെയ്യുന്നവരായ ആളുകളുടെ താമസ സ്ഥലങ്ങളിൽ നിങ്ങൾ താമസിച്ചു. നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായില്ലേ നാം എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്തതെന്ന്. അതായത് മുൻകാല സമുദായങ്ങളൊക്കെ നശിപ്പിച്ച് കളഞ്ഞതിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. ആ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കാണുകയും അവിടെയൊക്കെ നിങ്ങൾ താമസിക്കുകയും ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് ബോധം വന്നില്ലേ? നാം നിങ്ങളുടെ മുമ്പിലേക്ക് പല ഉപമകൾ കൊണ്ടുവന്നില്ലേ? തീർച്ചയായും അവരുടെ തന്ത്രം മെനഞ്ഞു. അവരുടെ തന്ത്രം അള്ളാഹുവിന് അറിയാമായിരുന്നു. അവരുടെ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് മലകളെ മാറ്റാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. അത് നിസ്സാരമായ തന്ത്രങ്ങളായിരുന്നു എന്ന്. അള്ളാഹുവിൻ്റെ മുമ്പിൽ അതൊന്നും അല്ല, അല്ലാതെ വലിയ മല മറിക്കുന്ന തന്ത്രമൊന്നും അല്ലായിരുന്നു എന്ന് നമ്മുടെ ഭാഷയിൽ. മലകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ മലകളോ അതല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങളോ. അപ്പോൾ അവയെ തള്ളിമറിച്ചിടാം എന്ന് അവരുദ്ദേശിച്ചു. അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് അവയൊന്നും ഒരു പ്രാധാന്യമുള്ളതായിരുന്നില്ല എന്നവർ വിചാരിച്ചു. അതുകൊണ്ട് ചിന്തിച്ചു കൊള്ളുക, അള്ളാഹു അവൻ്റെ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്മാറുന്നവനല്ല, അതല്ലെങ്കിൽ അവൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ പറ്റാതെ തോറ്റുപോകുന്നവനല്ല. അവൻ അവൻ്റെ പ്രവാചകന്മാർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ. തീർച്ചയായും അള്ളാഹു സർവശക്തനാകുന്നു, സർവ കഴിവുമുള്ളവനാകുന്നു ചെയ്തതിന് പകരമായി കൊടുക്കാൻ. അതായത് ആളുകളൊക്കെ ചെയ്ത തെറ്റുകൾക്കുമൊക്കെ ഉള്ള തിന്മകളും നല്ലതിനുള്ളതൊക്കെ കൊടുക്കാനുള്ളത്, അതിനെല്ലാം കഴിവുള്ളവനാകുന്നു. വഖൗലില്ലാഹി തആല വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ മുഹ്തഈന മുഖ്നിഈ റൂസിഹിം ലാ യർതദ്ദു ഇലൈഹിം ത്വർഫുഹും വഅഫ്ഇദതുഹും ഹവാ رافي رؤوسهم المقنع والمقمح واحد. قال مجاهد محطين مديم النظر. وقال غيره مسرعين لا يرتد إليهم طرفهم وأفئدتهم هواء، يعني جوفا لا عقول لهم. وأنذر الناس يوم يأتيهم العذاب فيقول الذين ظلموا ربنا أخرنا إلى أجل قريب
نجب دعوتك ونتبع الرسل أولم تكونوا أقسمتم من قبل ما لكم من زوال وسكنتم في مساكن الذين ظلموا أنفسهم وتبين لكم كيف فعلنا بهم وضربنا لكم الأمثال وقد مكروا مكرهم وعند الله مكرهم وإن كان مكرهم لتزول منه الجبال فلا تحسبن الله مخلف وعده رسله إن الله عزيز ذو انتقام. ഇബ്രാഹിം 42 മുതൽ 47 വരെയുള്ള ആയത്തുകൾ. ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ, അത് ഖുർആൻ പരിഭാഷയിൽ വിശദീകരണത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്ത് ഖുറൈശികളായ ബഹുദൈവാരാധകരെ പറ്റിയിട്ടുള്ളതാണ്. അവരെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഒരു തന്ത്രം മെനഞ്ഞു അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ അതിൽ തോറ്റുപോയി. അവർക്ക് അവരുടെ തന്ത്രം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. ഖിയാമത്ത് നാളിലുള്ള പ്രതികാര നടപടി അല്ലെങ്കിൽ പ്രതിവിധി, അതല്ലെങ്കിൽ പകരം ചോദിക്കൽ അക്രമകാരികൾക്കെതിരിൽ ഖിസാസിൽ മലാലിം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസികൾ സുരക്ഷിതമായി പാലത്തിൻ്റെ മുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ, സിറാത്ത് പാലമാണ് ഉദ്ദേശിക്കുന്നത്, സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അത് നരകത്തിൻ്റെ മുകളിൽ കൂടി ആവുന്നു. അവരെ ഒരു സ്ഥലത്ത് തടയും അല്ലെങ്കിൽ നിർത്തപ്പെടും. ഒരു വളഞ്ഞ പാലം, അത് വില്ലുപാലം എന്നൊക്കെ പറയാവുന്ന, നമ്മുടെ മാർത്താണ്ഡവർമ്മ പാലം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള പാലം, ആർച്ച് പാലം, അത് നരകത്തിനും സ്വർഗത്തിനും ഇടയിലുള്ളതാണ്. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരം ചെയ്യും. ഇപ്പം നമ്മൾ 2 ആളുകൾ സ്വർഗത്തിൽ പോകുന്നവരാണെന്ന് വിചാരിക്കുക, പക്ഷേ ഭൂമിയിൽ അവർ കൂട്ടുകാരായിരുന്നു. അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലുമൊക്കെ തിന്മയാക്രമമൊക്കെ ചെയ്തിട്ടുണ്ടോ അവർക്കിടയിൽ. അപ്പോൾ അവരത് അവിടെ വെച്ച് അടിച്ചു തീർക്കും എന്നാണ് പറയുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരം ചെയ്ത് തീർക്കും. അവർ തമ്മിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെയ്തിട്ടുള്ള അനീതികൾക്ക് പകരമായി ഭൂമിയിൽ വെച്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവരുടെ സർവ്വ പാപങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. വിധി പറച്ചിലും കണക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവർക്കിടയിൽ സ്വർഗവാസികൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അവൻ എന്നെ അന്ന് കണ്ണുരുട്ടി നോക്കിയിരുന്നു, അവൻ എന്നെ ഞോണ്ടിയിരുന്നു, അങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. വലിയ കാര്യങ്ങളൊക്കെ ഓൾറെഡി കണക്ക് നോക്കി കഴിഞ്ഞു. അല്ലെങ്കിൽ അതുപോലെ തത്തുല്യമായ അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് എടുക്കുക. അപ്പോൾ അവരെ അവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരം ചെയ്യിപ്പിക്കും. എന്നിട്ട് അവരുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കും. എന്നിട്ട് അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. മുഹമ്മദിൻ്റെ ആത്മാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അല്ലാഹുവാണ് സത്യം. എല്ലാവരും അവരുടെ വീടുകൾ, സ്വർഗത്തിലുള്ള വീടുകൾ തിരിച്ചറിയും. അവർ അവരുടെ ഭൂമിയിലുള്ള വീടുകൾ തിരിച്ചറിയുന്നതിനേക്കാൾ നന്നായി. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചൊന്നും അല്ല പോകുന്നു ഭൂമിയിൽ, പക്ഷേ സ്വർഗത്തിൽ അതിനേക്കാൾ നന്നായിട്ടറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിശദീകരണത്തിൽ ഇമാമിങ്ങൾ പറയുന്നു, നമ്മളെല്ലാവരും ആദം സന്തതികളാണ്. ആദം അലൈഹി ഇസ്ലാമിനെ സ്വർഗത്തിലാണ് സൃഷ്ടിച്ചത്. ആദം അലൈഹി ഇസ്ലാമും ഹവ്വ അലൈഹി ഇസ്ലാമും ജനിച്ചതും ജീവിച്ചതൊക്കെ സ്വർഗത്തിലാണ്. അപ്പോൾ അവരുടെ മക്കളൊക്കെ അവിടെ ആത്മാക്കളായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരതെല്ലാം കണ്ടിട്ടുണ്ട്, ഇന്ന വീട് ഇന്ന ആളുടെ എന്നൊക്കെ. അപ്പോൾ സ്വർഗത്തിൽ പോകാത്ത ആളുകൾക്ക് ആ വീട് കിട്ടൂല. അത് സ്വർഗവാസികൾക്ക് വീതം വെച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യും. പോകുന്ന ആളുകൾക്ക് അവരുടെ വീടുകൾ വളരെ കൃത്യമായി അറിയാം. കാരണം നമ്മൾ അവിടെയൊക്കെ താമസിച്ചിട്ട് വരുന്നവരാണ്. ഇതൊന്നും അല്ല ലോകം. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, നമ്മൾ മറന്നുപോയതാണ്. ഇനി തിരിച്ചു ചെല്ലാനുള്ളതാണ് ശരിയായ ജീവിതം. അള്ളാഹു അത് നമുക്ക് തരട്ടെ. ആമീൻ. عن أبي سعيد الخدري رضي الله عنه عن رسول الله صلى الله عليه وسلم قال إذا خلص المؤمنون من النار حبسوا بقنطرة بين الجنة والنار فيتقاصون المظالم كانت بينهم في الدنيا حتى إذا نقوا وحذبوا أذن لهم بدخول الجنة فوالذي نفس محمد صلى الله عليه وسلم بيده لا أحدهم بمسكنه في الجنة أدل بمنزله كان في الدنيا. അള്ളാഹു തആലയുടെ വചനം സംശയമേ ഇല്ല. അള്ളാഹുവിൻ്റെ ശാപം ലാലിമീങ്ങൾ, അതായത് ബഹുദൈവാരാധകർ, അക്രമികൾ, അടിച്ചമർത്തുന്നവർ, തിന്മ ചെയ്യുന്നവർ, ഇവരുടെയൊക്കെ മേൽ ഉള്ളതാകുന്നു. 11-ാമത്തെ സൂറത്ത് 18-ാമത്തെ ആയത്ത്. ഖൗലില്ലാഹി തആല അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ. ഹൂദ് 18.
സഫ്വാൻ ഇബ്നു മുഹ്രിസ് അൽ മസീനി വിശദീകരിക്കുന്നു, ഞാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ടായിരുന്നു നടന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കേട്ടത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്? അൻ നജുവയെ പറ്റി നിങ്ങൾ എന്താണ് കേട്ടത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു, അള്ളാഹു എല്ലാ വിശ്വാസികളെയും അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവർക്ക് ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഒരു മേൽക്കൂര പോലെയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഒരു മൂടി പോലെ എന്തെങ്കിലും കൊടുക്കും. എന്നിട്ട് അവൻ്റെ, അതായത് അള്ളാഹുവിൻ്റെ തന്നെ ഒരു പർദ അല്ലെങ്കിൽ ഒരു മറ ഇടും. എന്നിട്ട് ചോദിക്കും, നീ ഇന്ന ഇന്ന തിന്മകൾ ചെയ്തോ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും, ഉവ്വ എൻ്റെ രക്ഷിതാവേ എന്ന് പറയും. അള്ളാഹു അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ഒന്നൊന്നായി. അതായത് അവൻ ചെയ്ത തെറ്റുകളല്ല, അങ്ങനെ അവനെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവൻ ചിന്തിക്കും, എൻ്റെ കാര്യം കട്ടപ്പുകയായി, എന്തോ ഗുരുവ പറയുന്നത്. അങ്ങനെ എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ അള്ളാഹു പറയും, നിൻ്റെ തിന്മകളെ ഞാൻ ഭൂമിയിൽ മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെച്ചിരുന്നു. അപ്പം നമ്മളെല്ലാവരും ഒരുപാട് തെറ്റുകൾ ചെയ്യാറുണ്ട്, അത് നാട്ടുകാരൊന്നും അറിയാറില്ല, അത് അള്ളാഹു മറച്ചു വയ്ക്കുന്നതാണ്. അപ്പോൾ അതുപോലെയാണ് അള്ളാഹു പറയുന്നത്, നിൻ്റെ തിന്മകൾ ഞാൻ ഭൂമിയിൽ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു, ഇന്ന് ഞാൻ നിനക്കത് പുറത്തു തരികയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് അവന് അവൻ്റെ സൽപ്രവർത്തികളുടെ പുസ്തകം കയ്യിലേക്ക് കൊടുക്കും. അവിശ്വാസികളുടെ കാര്യത്തിലും കപടവിശ്വാസികളുടെ കാര്യത്തിലും അവരുടെ തിന്മകളുടെ പുസ്തകമാണ് കൊടുക്കുന്നത്. അവരുടെ തിന്മകൾ പരസ്യമായി വിചാരണ ചെയ്യപ്പെടും. അപ്പോൾ അവരോട് പറയും, നീ ഇന്ന ദിവസം ആ തെറ്റ് ചെയ്തില്ലേ, ഇന്ന ദിവസം ഈ തെറ്റ് ചെയ്തില്ലേ, അങ്ങനെ പറഞ്ഞിട്ട് മാച്ചറിയിൽ കോടാനുകോടി ആളുകളുടെ 1,900,000 എന്നൊക്കെ പറയാവുന്ന കണക്കില്ലാത്ത ആദം സന്തതികളുടെ മുമ്പിൽ നിർത്തി പരസ്യമായിട്ടാണ് വിചാരണ. വളരെ കുറച്ച് ആളുകൾക്ക്, അതായത് ഈ ഭൂമിയിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ മറച്ചു വയ്ക്കുന്ന, പരസ്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാത്ത, അവൻ അങ്ങനെ ചെയ്തു ഇവളിങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാത്ത ആളുകളുണ്ട്, അറിഞ്ഞാലും അത് മൂടി വയ്ക്കുന്നവർ. അങ്ങനെയുള്ളവരെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. അള്ളാഹുവും അവരുടെ തിന്മകളെ മൂടി വയ്ക്കുകയും മാശറിയിൽ വെച്ച് പുറത്തു കൊടുക്കുകയും ചെയ്യും. പക്ഷേ അവിശ്വാസികൾക്കും കപടവിശ്വാസികൾക്കും അവരുടെ തിന്മകളെല്ലാം പരസ്യമായിട്ടാണ് വിചാരണ ചെയ്യുക. നമ്മളൊന്നും അതിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അല്ലാഹുമ്മ ലാ തജ്അൽനാ മിൻഹും ആമീൻ ആമീൻ. എന്നിട്ട് അതിൻ്റെ സാക്ഷികളൊക്കെ വിളിച്ചു പറയും. അപ്പോൾ അവിടെ ചുറ്റും നിൽക്കുന്നവരൊക്കെ, ഇയാളുടെ കൂടെയൊക്കെ ജീവിച്ചവരൊക്കെയാണെങ്കിൽ അവർ പറയും, ശരിയാണ് റബ്ബേ, അവൻ അങ്ങനെ പറഞ്ഞിരുന്നു, ഇവനിങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സാക്ഷിയും ആവും. ഇവരാവുന്നു നിനക്ക് രക്ഷിതാവേ നിനക്കെതിരെ നുണ പറഞ്ഞവർ എന്നൊക്കെ പറഞ്ഞു. സംശയമേ ഇല്ല, അള്ളാഹുവിൻ്റെ ശാപം അക്രമകാരികളിലാകുന്നു. അക്രമകാരികൾ എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികൾ, അക്രമികൾ, അടിച്ചമർത്തുന്നവർ, തിന്മ ചെയ്യുന്നവർ, ഇവരൊക്കെയാവുന്നു. 11-ാമത്തെ സൂറത്ത് 18-ാമത്തെ ആയത്ത്. അന്നജുവ എന്ന് പറഞ്ഞാൽ രഹസ്യ സംഭാഷണം എന്നാണ്. അതായത് മഹ്ശറിൽ അള്ളാഹുവും അവൻ്റെ അടിമയും ഖിയാമത്ത് നാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യമായി സംസാരിക്കുന്നു. അത് അള്ളാഹുവിൽ നിന്ന് അവൻ്റെ അടിമയുടെ മേളിലുള്ള ഒരു അനുഗ്രഹമാകുന്നു. ഈ ഹദീസ് ആ വാക്കിൻ്റെ അർത്ഥം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നു. അൻ സഫ്വാന ഇബ്നു മുഹ്രിസിനിൽ മാസിനിയി ഖാല ബൈനമാ അന അംശി മാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ആഖിദുൻ ബിയദിഹി ഇദ അറബ റജുലുൻ ഫഖാല കൈഫ സമഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി النجوى فقال سمعت رسول الله صلى الله عليه وسلم يقول إن الله يدني المؤمن فيضع عليه كنفه ويستره فيقول أتعرف ذنب كذا أتعرف ذنب كذا فيقول نعم أي ربي حتى قرره بذنوبه ورأى في نفسه أنه هلك قال سترتها عليك في الدنيا وأنا أغفرها لك اليوم فيعطى كتاب حسناته وأما الكافر والمنافقون فيقول الأشهد هؤلاء الذين كذبوا على ربهم ألا لعنة الله على الظالمين. ഹൂദ് 18. മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ അടിച്ചമർത്തരുത്, അല്ലെങ്കിൽ ഉപദ്രവിക്കരുത്, ആക്രമിക്കരുത്. അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ മറ്റൊരു അക്രമകാരിക്ക് കീഴ്പ്പെടുത്തി കൊടുക്കരുത്, അല്ലെങ്കിൽ കൈമാറരുത്. ലാ യസ്ലിമുൽ മുസ്ലിമു അൽ മുസ്ലിമ വലാ യുസ്ലിംഹു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സഹോദരനെ പോലെയാവുന്നു, അതുകൊണ്ട് അവനെ അടിച്ചമർത്തരുത്. അതുപോലെ തന്നെ അവനെ ഒരു അടിച്ചമർത്തലുകാരന് കീഴ്പ്പെടുത്തി കൊടുക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യരുത്. ആരെങ്കിലും അവൻ്റെ സഹോദരനോടുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റിയാൽ അള്ളാഹു നിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും. ആരെങ്കിലും ഒരാൾ അവൻ്റെ മുസ്ലിം സഹോദരനെ കഷ്ടപ്പാടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചാൽ അള്ളാഹു അവൻ്റെ കഷ്ടപ്പാടുകൾ മാറ്റി അവനെ ഖിയാമത്ത് നാളിൽ രക്ഷപ്പെടുത്തും.
ആരെങ്കിലും ഒരാൾ ഒരു മുസ്ലിമിനെ മറച്ചാൽ അല്ലെങ്കിൽ അവൻ്റെ തിന്മകളെ മൂടി വെച്ചാൽ അള്ളാഹു ഖിയാമത്ത് നാളിൽ അവൻ്റെ തിന്മകളെ മൂടി വയ്ക്കും. മുമ്പ് കണ്ട ഹദീസുകളുടെ ആവർത്തനമാണ്, വേറെ രീതിയിലാണെന്ന് മാത്രം. അന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അഖ്ബറഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ മുസ്ലിമു അഖുൽ മുസ്ലിം ലാ യളിമുഹു വലാ യുസ്ലിമുഹു ومن كان في حاجة أخيه كان الله في حاجته ومن فرج عن مسلمي كربة فرج الله عنه كربة من كربات يوم القيامة ومن ستر مسلما ستره الله يوم القيامة. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.